കേരളീയ വിവാഹങ്ങളിൽ സദ്യ എന്നത് ആതിഥേയന്റെ അന്തസ്സും അഭിമാനവും അളക്കുന്ന അളവുകോലാണ്. പരിപ്പും സാമ്പാറും തൊട്ട് പായസം വരെ നീളുന്ന വിഭവങ്ങളുടെ നിരയിൽ ഒരു പപ്പടത്തിന് ഇത്രയേറെ സ്വാധീനമുണ്ടെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് അടുത്ത കാലത്തായി നടക്കുന്ന ചില തല്ല് കേസുകളിലൂടെയാണ്. ഹരിപ്പാട് പപ്പടത്തല്ലിന്റെ ആവേശം ഇങ്ങ് തലസ്ഥാനത്തെ നിറമൺകരയിലും എത്തുമ്പോൾ അത് നമ്മുടെ സാമൂഹിക ബോധത്തിന് നേരെ ഉയർത്തുന്ന ചോദ്യങ്ങൾ ചെറുതല്ല. തിരുവനന്തപുരം ഉരുട്ടമ്പലത്തിന് സമീപം നിറമൺകരയിലുള്ള ഒരു വിവാഹ ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ നാടകീയമായ പപ്പട സമരം അരങ്ങേറിയത്. നല്ല രീതിയിൽ നടന്നുപോയിരുന്ന വിവാഹ ചടങ്ങുകൾക്ക് ശേഷം അതിഥികൾ സദ്യ കഴിക്കാനായി ഇരുന്നപ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സദ്യ പകുതിയാകുമ്പോഴേക്കും ഊട്ടുപുരയിൽ പപ്പടത്തിന്റെ സ്റ്റോക്ക് തീർന്നുപോയി. പപ്പടം വിളമ്പാൻ വൈകിയതിനെ ചൊല്ലി ചില അതിഥികൾ വിളമ്പുകാരുമായി തർക്കത്തിലേർപ്പെട്ടു. ഇത് പിന്നീട് വധുവിന്റെയും വരന്റെയും വീട്ടുകാർ തമ്മിലുള്ള വലിയൊരു ഏറ്റുമുട്ടലായി മാറുകയായിരുന്നു. കസേരകളും പാത്രങ്ങളും വായുവിൽ പറന്നതോടെ സദ്യാലയം യുദ്ധക്കളമായി. സ്വന്തം കല്യാണത്തിന് പപ്പടത്തിന്റെ പേരിൽ അടിയുണ്ടാക്കിയെന്ന നാണക്കേട് ഭയന്ന് പോലീസിന് പരാതി നൽകാൻ ആരും തയ്യാറായില്ല എന്നതാണ് ഈ സംഭവത്തിലെ മറ്റൊരു കൗതുകം. എങ്കിലും വിവാഹത്തിനെത്തിയവർ പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പടർന്നതോടെ സംഗതി നാടൊട്ടുമറിഞ്ഞു. നിറമൺകരയിലെ സംഭവത്തിന് ഒരു മുൻഗാമിയുണ്ട്. 4 വർഷം മുമ്പ് ആലപ്പുഴ ഹരിപ്പാട് മുട്ടം ഭാഗത്ത് നടന്ന സംഭവമാണിത്. അന്ന് വരന്റെ സുഹൃത്തുക്കൾ രണ്ടാമതും പപ്പടം ചോദിച്ചതും അത് നൽകാൻ വിളമ്പുകാർ വിസമ്മതിച്ചതുമാണ് അടിയുടെ മൂലകാരണം. ഹരിപ്പാട് സംഭവത്തിൽ ഓഡിറ്റോറിയം ഉടമയ്ക്കും മറ്റും പരിക്കേൽക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. അന്ന് 15 പേർക്കെതിരെ കരിലംകുളങ്കര പോലീസ് കേസെടുത്തിരുന്നു. ആ സംഭവത്തിന്റെ ചുവട് പിടിച്ചാണ് പപ്പടത്തൽ എന്ന പ്രയോഗം തന്നെ മലയാളികൾക്കിടയിൽ വൈറലായത്. മലയാളികൾക്ക് സദ്യയിൽ പപ്പടം എന്നത് വെറും ഒരു വിഭവമല്ല, സാമ്പാറിലും പായസത്തിലും പപ്പടം പൊടിച്ചു ചേർത്ത് കഴിക്കുന്ന ആസ്വാദന ശൈലി ഓരോ മലയാളിയുടെയും ഭക്ഷണശീലത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഈ ഭക്ഷണപ്രേമം അക്രമത്തിലേക്ക് നീങ്ങുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പലപ്പോഴും പപ്പടത്തിന്റെ കുറവല്ല പ്രശ്നമാകുന്നത്, മറിച്ച് അത് ചോദിക്കുമ്പോൾ വിളമ്പുകാർ നൽകുന്ന മറുപടിയോ ഭാവമോ ആണ്. താൻ ഒരു വിരുന്നുകാരനാണെന്നും തനിക്ക് വേണ്ടത് നൽകാൻ ആതിഥേയൻ ബാധ്യസ്ഥനാണെന്നുമുള്ള ഈഗോ പലപ്പോഴും അതിരുകടക്കുന്നു. മിക്ക വിവാഹ അടിയന്തരങ്ങളിലും അക്രമത്തിന് പിന്നിൽ ലഹരി ഉപയോഗിച്ച സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിരിക്കും. ചെറിയ കാര്യങ്ങളെ പോലും വലിയ രീതിയിൽ പ്രശ്നങ്ങളാക്കാൻ ഇവർക്ക് സാധിക്കുന്നു. വിളമ്പുന്നവരെ കേവലം തൊഴിലാളികളായി മാത്രം കണ്ട് അവരോട് മോശമായി പെരുമാറുന്ന ശൈലി മലയാളിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. പപ്പടം വിളമ്പാൻ വൈകുന്നത് ഒരു സാങ്കേതിക പിഴവായി കാണുന്നതിന് പകരം അത് തന്നെ അപമാനിക്കുന്നതായി വിരുന്നുകാരൻ കരുതുന്നു. ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ അത് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങില്ല. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം അടിയുടെ ദൃശ്യങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടും എത്തും. പപ്പടത്തല്ലിനെ പരിഹസിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന ട്രോളുകൾ ഇന്ന് മലയാളികളെ ചിരിപ്പിച്ചിട്ടുണ്ട്. പപ്പടം ചോദിച്ചാൽ കൊടുക്കണം, അല്ലെങ്കിൽ ഓഡിറ്റോറിയം അടിച്ച് പഞ്ചറാക്കും എന്ന തരത്തിലുള്ള ട്രോളുകൾ വിപണിയിൽ ഒരു പപ്പടത്തിന് കിട്ടുന്നതിനേക്കാൾ വലിയ മൂല്യം ഇത്തരം തല്ലുകൾക്ക് നൽകുന്നു. മക്കളുടെ വിവാഹം അഭിമാനത്തോടെ നടത്താൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഇത്തരം സംഭവങ്ങൾ വലിയ മാനഹാനിയാണ്. കല്യാണ വീഡിയോകളെക്കാൾ കൂടുതൽ ആളുകൾ കാണുന്നത് കല്യാണ തല്ലിന്റെ വീഡിയോ ആകുന്ന അവസ്ഥയാണിത്. ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ആതിഥേയർ ഇപ്പോൾ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. പപ്പടം പോലുള്ള വിഭവങ്ങൾ എപ്പോഴും ആവശ്യത്തിലധികം കരുതാൻ കാറ്ററിംഗ് ഏജൻസികളോട് കർശനമായി ആവശ്യപ്പെടണം. വിരുന്നുകാരോട് മാന്യമായി പെരുമാറാൻ വിളമ്പുകാർക്ക് നിർദ്ദേശം നൽകണം. എന്തെങ്കിലും വിഭവം തീർന്നു പോയാൽ അത് സ്നേഹത്തോടെയും ക്ഷമയോടെയും അതിഥികളെ ബോധ്യപ്പെടുത്തണം. കല്യാണ വീട്ടിലെ മുതിർന്നവരോ അല്ലെങ്കിൽ വിവേകമുള്ള സുഹൃത്തുക്കളോ ഇത്തരം തർക്കങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഇടപെട്ട് പരിഹരിക്കാൻ ശ്രദ്ധിക്കണം. പപ്പടം ചോദിച്ചാൽ കിട്ടാത്തതിന്റെ പേരിൽ കസേര കൊണ്ട് തല തല്ലി പൊളിക്കുന്ന ഈ സംസ്കാരം അങ്ങേയറ്റം ലജ്ജാകരമാണ്. ആറന്മുള വള്ളസദ്യയിൽ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ പപ്പടം ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു മനോഹരമായ പാരമ്പര്യം നമുക്കുണ്ട്. എന്നാൽ ആ ആവേശം അക്രമത്തിലേക്ക് വഴിമാറുന്നത് നമ്മൾ ഗൗരവത്തോടെ കാണണം. ഒരു വിവാഹം എന്നത് സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും വേദിയാകണം. അവിടെ പപ്പടത്തിന് പകരമായി വിളമ്പേണ്ടത് പരസ്പര ബഹുമാനവും സ്നേഹവുമാണ്. പപ്പടം കിട്ടിയില്ലെങ്കിൽ പോലും അത് സ്നേഹപൂർവ്വം ചോദിക്കാനും ഇല്ലെങ്കിൽ അത് ക്ഷമിക്കാനും കഴിയുന്ന ഒരു മനസ്സ് വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇല്ലാത്ത പക്ഷം കേരളത്തിലെ കല്യാണ പന്തലുകളിൽ വധുവിനും വരനും ഒപ്പം ഒരു വലിയ സ്റ്റോക്ക് പപ്പടവും അതിന് കാവലായി സെക്യൂരിറ്റിക്കാരും നിൽക്കേണ്ടി വരുന്ന ഒരു കാലം വിദൂരമല്ല. വിവാഹ പന്തലുകളിലെ പപ്പടത്തല്ല് പോലുള്ള ആക്രമണങ്ങൾ കേവലം തമാശയോ ഭക്ഷണത്തിന്റെ പേരിലുള്ള തർക്കമോ ആയി കാണാൻ നിയമപരമായി സാധിക്കില്ല. ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കർശനമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. പ്രധാനമായും നിരവധി നിയമങ്ങളാണ് ഇതിനുള്ളത്. പൊതുസ്ഥലത്ത് സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ അക്രമം അഴിച്ചുവിടുന്നത് ലഹള എന്ന കുറ്റത്തിന്റെ പരിധിയിൽ വരും. ഇതിൽ ഉൾപ്പെടുന്നവർക്ക് പിഴയും തടവും ശിക്ഷയായി ലഭിക്കാം. കസേരകളോ പാത്രങ്ങളോ ഉപയോഗിച്ച് മറ്റുള്ളവരെ ആക്രമിക്കുന്നത് മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം എന്ന ഗണത്തിൽപ്പെടാം. പരിക്കിന്റെ തീവ്രത അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പുകൾ വരെ ചുമത്താൻ പോലീസിന് അധികാരമുണ്ട്. ഓഡിറ്റോറിയത്തിലെ ഫർണിച്ചറും മറ്റും തല്ലിപ്പൊളിക്കുന്നത് പൊതുമുതലോ സ്വകാര്യ മുതലോ നശിപ്പിക്കൽ എന്ന കുറ്റമാണ്. ഇതിനുണ്ടാകുന്ന ഭീമമായ നഷ്ടപരിഹാരം പ്രതികളിൽ നിന്ന് ഈടാക്കാൻ നിയമം അനുവദിക്കുന്നു. ഇരു കൂട്ടരും പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ പോലും ക്രമസമാധാന പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാം. ഹരിപ്പാട് കേസിൽ 15 പേർക്കെതിരെ ഇത്തരത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ട്. വിവാഹ വീടുകളിൽ മദ്യപിച്ചെത്തി പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ കേരള മദ്യനിരോധന നിയമപ്രകാരവും നടപടിയെടുക്കാം. പരാതി നൽകാൻ ആതിഥേയർ മടിക്കുന്നത് അക്രമികൾക്ക് പ്രോത്സാഹനമാകുമെന്നതിനാൽ ഇത്തരം ഘട്ടങ്ങളിൽ കൃത്യമായി നിയമസഹായം തേടുന്നത് അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാനും സഹായിക്കും.